തമിഴ്നാടിനും ആന്ധ്രയ്ക്കും ബീഹാറിനും ഒഡീഷയ്ക്കും ത്രിപുരയ്ക്കും കൊടുത്തതുപോലെ കേരളത്തിന് ദുരന്ത സഹായ നിധി നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മുഖത്ത് നിന്ന് കണ്ണീരൊഴുക്കിയ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ എന്തുണ്ട് പറയാൻ? മോദിക്ക് പറയാനുള്ളതല്ലേ അമിത്ഷായും വി മുരളീധരനുമൊക്കെ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്? കേന്ദ്രത്തിൻ്റെ വക്കീൽ കോടതികളിൽ പറയുന്നത് വയനാടിന് പ്രത്യേക പാക്കേജ് ചോദിക്കുമ്പോൾ SDRFലെ ബാക്കി പണത്തിൻ്റെ രസീതും ആ പണത്തിൽ നിന്ന് ചൂരൽമലയിൽ എത്ര ചിലവാക്കാനാകുമെന്നും ചോദിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടല്ലേ? കേരളം അപേക്ഷിക്കേണ്ട മാതൃകയിൽ അപേക്ഷിച്ചില്ല, അപേക്ഷ നൽകിയത് വൈകിയാണ് എന്നൊക്കെ ന്യായം പറയുന്നവർ പക്ഷേ തമിഴ്നാടിനും ആന്ധ്രയ്ക്കുമൊക്കെ ദുരന്തമുഖത്തു തന്നെ സഹായം നൽകുന്നതും നമ്മൾ കാണുന്നു. കേരളത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ നിലവാരത്തിൽ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഗ്രാമവാസികൾ കേരളത്തിലുള്ള മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്ന് കേന്ദ്ര സർക്കാരിന് ആഗ്രഹം ഇല്ലേ? അവർക്ക് നൽകിയ അടിയന്തര സഹായവും ഇപ്പോൾ നൽകുന്ന വാടകയും ദിവസ ചെലവിനുള്ള പണവും നൽകേണ്ടതില്ല എന്നാണോ കേന്ദ്രം വാദിക്കുന്നത്? വയനാട്ടുകാർക്ക് 1.25 ലക്ഷത്തിൻ്റെ വീട് മതി എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അവർക്ക് പ്രത്യേക ടൗൺഷിപ്പ് നിർമ്മിച്ചാൽ ആരുടെ മനസ്സാണ് കലുഷിതമാകുന്നത്? SDRFലെ അവകാശ പണത്തിനപ്പുറം ഒരു ചില്ലിക്കാശ് പോലും തരില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടോ? കേന്ദ്രം ഭരിക്കുന്നവർക്കും ചില മാധ്യമങ്ങൾക്കും ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ? വയനാടിന് പ്രത്യേകമായി കേന്ദ്രം പണം തരില്ലേ?